ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SSLC ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, എക്സാമിന് ഏറ്റവും കൂടുതൽ വരുമെന്ന് ഉറപ്പുള്ള, ഏകദേശം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ പോകുന്ന മക്കളെ. അതായത് പോയത്തിന്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പഠിക്കാനുള്ള പോയം ടൈപ്പിൽ ഒരു സാധനം നമുക്ക് പഠിക്കാനുള്ളത് അത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ആണ്. അതുകൊണ്ട് നിങ്ങളോട് എന്തായാലും നാളെ നിങ്ങൾ കാണാൻ പോകുന്ന 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കുന്ന ആ ഒരു പോയം കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻസ് എൻ്റെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഇന്ന് രാത്രിയിൽ ഏഴയുടെ പ്രൊഡിക്ഷൻ ലൈവിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ഇതുപോലെ ഒരു കോളം തന്നുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഒരു കൃത്യമായ സാധനം എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കും. അതും നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുപോലെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു സാധനം മക്കളെ പറയാനുള്ളത് നമ്മുടെ ആ ഒരു അപ്രിസിയേഷന്റെ ക്വസ്റ്റ്യനും ചോദിക്കുന്നത് എന്ത് തന്നെ ആയിരിക്കും, ഈ ഒരു ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുക, അപ്രിസിയേഷനും ചോദിക്കുക എന്നുള്ളതാണ് മക്കളെ. ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ് എന്താ, ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് ഇത്രത്തോളം ക്യാരക്ടർ സ്കെച്ച് ഓണം എക്സാമിന് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ ഉണ്ട്. അത് ഏഞ്ചലിന്റെ, അതായത് ഏഞ്ചൽ മീൻസ് ഓൾഡ് മാൻ, ആ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കൂല എന്ന് സാറ് പറഞ്ഞില്ല, എന്നാൽ നിങ്ങൾ ഒരു പോസിബിലിറ്റി ആയിട്ട് വെക്കണം. പക്ഷേ ഈ പെലായന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ സർക്കാർ ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ സാറിന് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങളോട് നാളെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് ചിലപ്പോൾ പെലായയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. അതുപോലെ ഇവിടെ എലിസന്റെ, നിങ്ങൾ എലിസന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ എലിസന്റെ ഒന്നും ചോദിക്കാൻ ഒരു ചാൻസ് സാറ് കാണുന്നുണ്ടെന്നുള്ളതാണ്. വ്ളാഡിസോസ് പിൽമനും ജർമ്മൻ ഓഫീസറും, ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ സ്പിൽമനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ശ്രീകാന്ത് കൊള്ളാം. നാലാമത്തെ ചാപ്റ്റർ ബബ്ലു കിവാൽ. ഇതൊക്കെ ഒരു നോട്ടഡ് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഒരു സാധ്യതയായിട്ട് പറയുന്നത് പെലായോ നല്ലൊരു ചാൻസ് ഉള്ള ഒരു പിന്നെ ക്യാരക്ടർ സ്കെച്ച് ആണ്. അതുപോലെ തന്നെ വ്ളാഡിസോ സ്പിൽമൻ. എലിസന്റെ നിങ്ങൾ വിട്ട് കളയരുത്, എലിസന്റെയോ നിങ്ങൾ നോക്കി വെച്ചോ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എലിസന്റെയുടെ ക്യാരക്ടർ സ്കെച്ചും ആയിരിക്കാം. സോ പഠിച്ചു വെക്കാം. ഓക്കെ, ഏഞ്ചൽ ചോദിച്ചതിനെ കൊണ്ട് ചാൻസ് ഇല്ല എന്നില്ല, ചിലപ്പോൾ ഏഞ്ചലും എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു സാധനം സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഈ ക്യാരക്ടർ സ്കെച്ച്, എങ്ങനെ എഴുതണം, കൃത്യമായ കാര്യങ്ങൾ ഇന്ന് രാത്രി 7യുടെ പ്രൊഡിക്ഷൻ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കി തരും മക്കളെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി ഇതല്ലാതെ നമ്മുടെ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഇൻ ദ ആറ്റിക് എന്നുള്ള ചാപ്റ്ററിന് എന്തായിരിക്കും ചോദിക്കാം. ഇൻ ദ ആറ്റിക് നമ്മളോട് ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു ആർട്ടിക്കിൾ, ന്യൂസ് ആർട്ടിക്കിൾ, അത് SCRT ഇറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് സിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് ആർട്ടിക്കിൾ. ചിലപ്പോൾ ന്യൂസ് ആർട്ടിക്കിൾ ചോദിക്കാനുള്ള ചാൻസ് നമ്മുടെ ഇൻ ദ ആറ്റിക് സാർ ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇന്ന് രാത്രി ലൈവിൽ നമ്മൾ എന്ത് കൃത്യമായിട്ട് പറയും. അതുപോലെ റൈറ്റപ്പിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വ്ളാഡിസോസ് പിൽമന്റെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഇൻ ദ ആറ്റിക് എന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ആ ചാപ്റ്ററിൽ ചിലപ്പോൾ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇമെയിലിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ഫസ്റ്റ് ചാപ്റ്ററൊന്നും ചോദിക്കില്ല. അതേപോലെ രണ്ടാമത്തെ ചാപ്റ്ററും ചോദിക്കാൻ വലിയ പോസിബിലിറ്റി ഇല്ല. പക്ഷേ ശ്രീകാന്ത് പിള്ളയുടെ ചാപ്റ്ററിന് ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചോദിക്കാം, ആ ഒരു ഇമെയിലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിനിക്സ് റേസസ് ഒന്നും ചോദിക്കാൻ വലിയ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നെരേഷന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. നെരേഷൻ റിവ്യൂ ഒന്നിച്ച് ചോദിക്കാറില്ല. ഇനി ചോദിക്കുകയാണെങ്കിൽ ഒരു ചാൻസ് നമ്മുടെ സ്പിൽമന്റെ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, നെരേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ചാൻസ് സാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കണം. ശ്രീകാന്ത് പിള്ളയുടെ ചാപ്റ്റർ ആണ്. ശ്രീകാന്ത് പിള്ളയുടെ ചാപ്റ്ററിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ആ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിന്നായിരിക്കും ശ്രീകാന്ത് പിള്ളയുടെ ചാപ്റ്റർ എന്നായിരിക്കും. അല്ലെങ്കിൽ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നോ അതും അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക് എന്നോ ആയിരിക്കും. ഫിനിക്സ് റേസ് എന്ന ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. മക്കളെ ശരിക്കും പഠിച്ചു വയ്ക്കോ. ചിലപ്പോൾ നിങ്ങളോട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തെന്നായിരിക്കും, ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ഐ വിൽ ഫ്ലൈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ആ പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളുടെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ആയിരിക്കും. മക്കൾ നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കാം. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ശരിക്കും നോട്ട് ആയി വെക്കാം കേട്ടോ. സെറ്റ് ആണല്ലോ. ദെൻ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ഇവന്റ് ഇൻവിറ്റേഷനെ കുറിച്ച്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനിക്സ് റേസസ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇവന്റ് ഇൻവിറ്റേഷന്റെ ക്വസ്റ്റ്യൻ ഫിനിക്സ് റേസസ് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം. നിങ്ങൾ ഒരു ചാൻസ് ആണ് സാറ് പറയുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ചത് കൊണ്ട് ഈ ചാപ്റ്ററിന് ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ അതിന് പോസിബിലിറ്റി ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് നമ്മുടെ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശരിക്കും സെറ്റാക്കി അടിപൊളിയാക്കി പഠിച്ചു വെച്ചോ. എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ. ഇനി ഫസ്റ്റ് ചാപ്റ്റർ എന്നും അതുപോലെ തന്നെ
നമ്മുടെ തേർഡ് ചാപ്റ്റർ ഒന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഫിനിക്സ് റൈസേഴ്സും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഷാഫി സാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ കാര്യങ്ങൾ പറഞ്ഞു. മക്കളെ ഇയാസ് സാർ പറഞ്ഞ പോലെ ഇതാ ഞാനും പറയാണ് കൂടുതൽ കേട്ടോ. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ എക്സാമിന് ഓൺ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രിഡിക്ഷൻസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന റിവ്യൂ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആൻസർ കേൾക്കണം നിങ്ങൾക്ക്. ഇന്ന് കൃത്യം 7:30 ലൈവിൽ ഞാൻ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നോക്കൂ നിങ്ങൾ, പീപ്പിൾ ഓഫൻ ജഡ്ജ് അതേഴ്സ് ബൈ ദെയർ അപ്പിയറൻസ് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, മക്കളെ പഠിച്ചു വെച്ചോളൂ. ദെൻ സി ഇതിനൊക്കെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ അറിയോ ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നോളൂ. അടുത്തത് ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേടാ. ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്, ഡിസ്കോഴ്സിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് അരുണാചലം മുരുകാനന്ദാണ്. മറ്റൊന്ന് ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സംഗതിയല്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ദെൻ മൂന്നാമത് ഞാൻ പറയുന്നത് ഇവന്റ് ഇൻവിറ്റേഷൻ. ഈ 3 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യണം വൈൻഡ് അപ്പ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കേട്ടോളൂ, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ ആണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് കൃത്യം ലൈവിലേക്ക് വന്നാൽ ഞങ്ങൾ അവിടെ പക്ക ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് 4 മാർക്കിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് നമ്മളെ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് അതിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു നോക്കിയാൽ WH ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ചോദ്യത്തിന്റെ നമ്പർ എത്ര മാഷേ? സാധാരണ ഒരു സാധനം ഉണ്ടാവില്ലേ 21 സാധാരണ 20 അല്ലെങ്കിൽ പറ 21 എന്ന് പറയുന്ന ലെവലിലാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ക്രിസ്മസ് എക്സാമിന് ഒരു പക്ഷേ നമ്പറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ തറപ്പിച്ച് പറയാണ്. ഈ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. WH ക്വസ്റ്റ്യന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ട ഫോർമാറ്റ്, ഞാൻ ആ ഫോർമാറ്റ് ഉണ്ടാക്കേണ്ട രൂപം എന്താണ് പറ കാസ്മോ അല്ലെങ്കിൽ പറ ആസ്മോ. ഈ ഒരു ഫോർമാറ്റ് ഞാൻ ഗ്രാമറിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാണാം നമുക്ക്. ഓക്കെ, ബൈ.